ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ഇ ഡി ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. സ്വർണ്ണക്കൊള്ളയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ടോ എന്നതിലാണ് അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പ്രതിപട്ടികയിലുള്ള ഓരോ ആളുകളെയും വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടരുകയാണ്. ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ ഇന്ന് ഹാജരായി. ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊണ്ടുപോകാമെന്ന് മിനിറ്റ്സിൽ തിരുത്തിയെഴുതിയത് ജയശ്രീ എന്നാണ് SITയുടെ കണ്ടെത്തൽ. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് ജയശ്രീയുടെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു. ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്ന വ്യവസ്ഥയിലായിരുന്നു അറസ്റ്റ് തടഞ്ഞത്. തുടർന്ന് SIT ഇവരെ ചോദ്യം ചെയ്തു. ഇതിന് തൊട്ടുപുറകെയാണ് ED സമൻസ് അയച്ചത്. മുരാരി ബാബു, ശ്രീകുമാർ, സുധീഷ് കുമാർ എന്നിവരെ ED ചോദ്യം ചെയ്ത് കഴിഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷും ഉടൻ EDക്ക് മുൻപിലെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മറവിലുള്ള കള്ളപ്പണ ഇടപാട്, അനധികൃത സ്വത്ത് സമ്പാദനം, വഴിവിട്ട ഇടപെടലുകൾ എന്നിവയാണ് പ്രധാനമായും EDയുടെ അന്വേഷണ പരിധിയിലുള്ളത്. കേസിൽ സാക്ഷിയായ നടൻ ജയറാമിനോട് നാളെ ഹാജരാകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമൻസ്. ഇവരെയെല്ലാം ചോദ്യം ചെയ്ത ശേഷമായിരിക്കും പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്തുന്നത്. നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 1,30,00,000 രൂപയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിരുന്നു. 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.